ചോദിച്ചോറും കണ്ടു നോക്കിയാലോ? എന്തോരം മഴയായത്! എല്ലായിടവും ഇങ്ങനാണോ മഴ? ഇന്ന് തോരും നാളെ തോരുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുക. എന്തൊരു കഷ്ടമാന്ന് പറയണേ. വാഴയിലയൊക്കെ വെട്ടി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി ഞാൻ വാഴയിലയൊക്കെ വെട്ടും. കാടും മലയൊക്കെ കയറി വെട്ടും. വാഴയില വെട്ടിക്കൊണ്ട് വന്ന് ചോറ്, ഇത് ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയാണേ. സാധാരണ എപ്പോഴും ഞാൻ തോരൻ വെച്ചല്ലേ കാണിക്കുന്നത്. അപ്പം ഇത് ഇന്ന് മെഴുക്ക് പുരട്ടാന്ന് വിചാരിച്ച് ചൂര മീൻ വറുത്ത 2 എണ്ണം വെക്കാന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു വേണ്ട, ഒന്ന് മതിയെന്ന്. കാരണം 2 പേരാണല്ലോ കഴിക്കുന്നേ. പക്ഷെ ഒന്ന് മതിയെന്ന് അവൻ പറഞ്ഞ്. പിന്നെ നല്ല മത്തേയില തോരൻ, ഞാൻ മത്തേയില തോരൻ വെക്കുന്ന ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. ചൂര മീൻ കറിയും. ഇനി മുതൽ ഞാൻ കറി കെട്ടി ചോറിനകത്ത് വെക്കത്തില്ല കേട്ടോ. ഇന്നും കൂടെ ഉള്ളൂ വെച്ചത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ വെക്കല്ലേന്ന്. കുപ്പി കൊടുത്തു വിടാൻ പറ്റാത്തത് കൊണ്ട് കവറിൽ ഇങ്ങനെ കെട്ടി കൊടുത്താൽ ബാഗിലെല്ലാം ആവും. അപ്പോൾ ഇനി മുതൽ ഞാൻ കുപ്പിയിലേ കൊടുത്തു വിടുന്നോളേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നും ഓരോരുത്തർക്ക് ഞാൻ കൊടുക്കാം, ചോറ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ചേച്ചിക്ക് ചമ്മന്തി, അവർക്ക് ചമ്മന്തിയാണ് വേണ്ടുന്നത്. എല്ലാവർക്കും കറിയൊന്നും ഇല്ലേലും അവർക്കൊക്കെ ചമ്മന്തി വേണമെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ വെള്ളയ്ക്ക ചമ്മന്തി അരച്ചേക്കുന്നതിന് പാൽമുളക് ഉണ്ടല്ലോ, മണമുള്ള മുളക്, ഉണ്ടമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് എന്തോ ഒരു മണവും രുചിയാണെന്നറിയോ അത് ചേർത്ത് അരയ്ക്കുമ്പോൾ. അതും വെച്ച് ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി, മത്തേയില തോരന്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കൊടുക്കണ്ടേ. അപ്പം അവർക്കുള്ള ചോറും കെട്ടി മാറ്റി വെച്ച്. ഇപ്പം ലച്ചുമോൾക്ക് ചോറ് വേണ്ടാത്തത് കൊണ്ട് അവൾക്ക് 2 പൊതി അപ്പം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ 3 എണ്ണം ആകുമ്പോഴത്തേന് എൻ്റെ ഊപ്പാട് ഒരു സമയവും കിട്ടത്തില്ല. അപ്പോൾ ആ ചേച്ചിക്കുള്ള ചോറും മാറ്റി വെച്ച്. പിന്നെ ലച്ചുമോൾക്ക് നല്ല അപ്പം ഉണ്ടാക്കിയായിരുന്നു ഞാൻ കേട്ടോ. അപ്പവും മുട്ടക്കറിയായിരുന്നേ. നമ്മൾ ഇന്ന് ഞാൻ സാമ്പാറും കടലയൊക്കെ ഉണ്ടായിട്ട് അത് ചെയ്തില്ല. അപ്പോൾ അപ്പവും വെച്ച് മുട്ടക്കറി. മുട്ട അവൾ കഴിക്കുമോ സംശയമെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്